med sjans, spør alle hva jeg gjør da. Jeg hitter kløden som om Hello guys, കുറേ കാലത്തിന് ശേഷം ബ്രാൻഡ് ഓഫ് സ്കിൽ ഇൻസ്ട്രക്ഷൻ്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, നമ്മൾ കുറേ കാലത്തിന് ശേഷം വീഡിയോ പിന്നെ ഇടാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇനി വീഡിയോകളുടെ ഒരു ഘോഷയാത്രയായിരിക്കും, റിവ്യൂസും അതുപോലെ തന്നെ റാൻഡമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും. അതാണ് നമ്മുടെ ചാനലിൻ്റെ പേര്, റാൻഡം സ്കിൽ ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ ഗായ്സ്, അപ്പം നമ്മളെന്നും ചെയ്യാൻ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഒരു സ്റ്റാൻഡിൻ്റെയും ഒരു ലൈറ്റിൻ്റെയും കിടിലം പോലത്തെ ഒരു അൺബോക്സിങ് വീഡിയോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗായ്സ്, നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഗായ്സ്, നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോയാണ്. ഇപ്പോഴത്തെ അകത്ത് ലൈറ്റും സ്റ്റാൻഡും രണ്ടും ഉണ്ട്. ട്രൈപോഡ് സ്റ്റാൻഡാണ് ഗായ്സ്. ചെറിയ പൈസക്ക് നമുക്ക് ഒരു നല്ല കിണ്ണം പോലത്തെ ലൈറ്റിങ്ങും കിട്ടും. അതുപോലെ തന്നെ നമുക്കൊരു നല്ല ട്രൈപോഡായിട്ടുള്ള സ്റ്റാൻഡും കിട്ടും ഗായ്സ്. ഇതൊരു 1000 റുപ്പീസിന് കിട്ടുന്ന സാധനമാണ് ഗായ്സ്. നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഓക്കെ ഗായ്സ്, ഈ ബോക്സ് പൊളിക്കാൻ പോവാണ് ഗായ്സ്. നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുമ്പോൾ ഒരു ആവശ്യമുള്ളൊരു കിറ്റ് പോലത്തെ ഒരു സംഭവമാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യുന്നത് ഗൈസ്. ഇതിൻ്റെ അകത്ത് വേറൊരു പെട്ടിയുണ്ട്. ഇത് ചിലപ്പോൾ രണ്ട് വേറെ കമ്പനിയിൽ നിന്ന് വന്നതാണ്. കോംബോ പോലെ ഉള്ളതാണെങ്കിലും വേറെ കമ്പനിയിൽ നിന്ന് വന്നതാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ലൈറ്റ്. പുറത്തെടുക്കാം. ഓ വാവ് ഗൈസ്, ലുക്ക് അറ്റ് ദിസ്, അമേസിങ് ഗൈസ്. ആ വയറിൻ്റെ ഒരു ലെങ്ത്ത് നോക്കിയാട്ടെ. നമുക്ക് ഇത് ഒരു ചാർജറിൽ USB പ്ലഗ് വെച്ച് കുത്താവുന്ന തരത്തിലുള്ളതാണ് ഈ ലൈറ്റ്. ഓക്കെ ഗൈസ്, അതിന് നടുക്കുള്ളൊരു വട്ടം കണ്ടോ, അത് നമുക്ക് അതിൻ്റെ മുകളിൽ ഈ സാധനം നമുക്ക് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യിപ്പിച്ചിട്ട് മൊബൈലോ ക്യാമറയോ എന്ന് വെച്ചാൽ അവിടെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതിന് സ്വിച്ചൊക്കെ ഉണ്ട്, അതൊക്കെ എന്തൊക്കെയാണ് ഞാൻ കയ്യെ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്. ഓ വാവ് ഗൈസ്, അതിൻ്റെ ക്വാളിറ്റി ഒന്ന് കണ്ടു നോക്കി. ഈ വിലക്ക് കിട്ടുന്നൊരു ഇത്രയും നല്ല ക്വാളിറ്റിയിൽ കിട്ടുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഐറ്റാണ് ഗൈസ്. യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിൽ ഇത് നല്ല ഐറ്റാണ് ഗൈസ്. ഇത് വേറെ തന്നെ ഒരു പെട്ടിയിലാണ് ഇതിനുള്ളൊരു ഒറിജിനൽ പെട്ടിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ചിലപ്പോൾ വേറെ കമ്പനീൻ്റെ ഒക്കെ ആയിരിക്കാം. പക്ഷേ സാധനം ഓവറോൾ കിറ്റ് നല്ലതാണ്, നല്ല ക്വാളിറ്റി സാധനമാണ്. കൊടുക്കുന്ന പൈസക്കും നല്ല സാധനമാണ് ഗൈസ്. നമുക്കിനി സ്റ്റാൻഡ് പുറത്തെടുക്കാം ഗായ്സ്. ഇതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ട്രൈപോഡ് സ്റ്റാൻഡ് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ക്യാമറേൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നൊരു കിട്ടുന്ന സാധനം കിട്ടുന്നുണ്ട്. അതായത് നമുക്കിത് ഓവറോൾ കിറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ക്യാമറ അറ്റാച്ച് ചെയ്യുന്ന 2 സാധനങ്ങൾ കിട്ടും. ഓക്കെ ഗായ്സ്, ഇപ്പോൾ ഇത് രണ്ട് കമ്പനീൻ്റെ ആണാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് ഒരുമിച്ച് വിൽക്കുന്നതാണ് ആമസോണിൽ നിന്ന്. ചിലപ്പോൾ ഒരേ കമ്പനി ആയിരിക്കും, ഞാൻ കൃത്യമായിട്ട് നോക്കിയിട്ടില്ല ഗായ്സ്. നമുക്ക് സ്റ്റാൻഡ് ഒന്ന് പുറത്തെടുക്കാം. പൗച്ചൊക്കെ ഉണ്ട്, അതിൻ്റെതായ സ്റ്റാൻഡിൻ്റെ പൗച്ചൊക്കെ കിട്ടുന്നുണ്ട് ഇതിൻ്റെ കൂടെ. ഓ വാവ് ഗായ്സ്, ക്യാമറ ഹോൾഡ് ചെയ്യുന്ന വേറൊരു സാധനം കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് 2 എണ്ണം. ഇത് സാധാരണ ക്യാമറ ഹോൾഡ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ടത് നമ്മൾ അതിൻ്റെ നടുക്ക് മാത്രം വെക്കാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് ജസ്റ്റ് സാധാരണ മൊബൈൽ മാത്രം വെച്ച് ഷൂട്ട് ചെയ്യേണ്ട ഒരു ക്യാമറ ഹോൾഡറാണ്. ഓക്കെ ഗായ്സ്, ഞാൻ ട്രൈപോഡ് പുറത്തെടുത്തിരിക്കുകയാണ്. ഓ വാവ് ഗായ്സ്, ഇതിൻ്റെ ക്വാളിറ്റിയിലാണ് എനിക്ക് ഒരു രക്ഷയും കിട്ടാത്തത് ഗായ്സ്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മളെ ഒരു പെട്ടിയിൽ നിന്ന് 1000 റുപ്പീസ് കിട്ടുന്ന പെട്ടികൾ കിട്ടുന്നത്. ഈ ഗായ്സ് ഞാൻ കുറച്ചുകൂടി വൃത്തിക്ക് ഇതെങ്ങനെയാണ് അറേഞ്ച് ചെയ്തെടുക്കുന്നത് കാണിച്ചു തരാം. ഇതിൽ ഫസ്റ്റ് റെഗുലറായ ക്യാമറേൻ്റെ ഒരു ഹോൾഡർ എങ്ങനെ ഇട്ട് വെക്കാം ഗായ്സ്. ഞാൻ ലൈറ്റിങ് ഇട്ടിട്ടുള്ളത് കാണിച്ചു തരാം ഗായ്സ്. ഞാനിങ്ങനെ ഇത് ഇടാൻ നോക്കുകയാണ്. ട്രൈപോഡൊക്കെ ഹൈ ക്വാളിറ്റി സാധനമാണ്. ഓ വാവ് ഗായ്സ്, ഇത് കറങ്ങി എൻ്റെ തലക്ക് കറക്കല്ല തരില്ല ഗൈസിൻ്റെ അടിയിലൊരു സ്ക്രൂ പോലത്തെ അത് തിരിച്ചാൽ ശരിയാവും. 2 hours later. ഗായ്സ്, ഒരു രക്ഷയുള്ള ഗായ്സ്. ഈ ചെറിയ പൈസക്ക് നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് യൂട്യൂബൊക്കെ ചാനലൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിലേക്ക് നല്ല വൃത്തിക്ക് വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കില്ല ഗായ്സ്. ഒരു രക്ഷയുള്ള ഗായ്സ്. ലൈറ്റിങ്ങിൻ്റെ ഒരു പ്രൊഫഷണൽ ടച്ച് കണ്ടു ഗായ്സ്. വാവ് ഗായ്സ്, ഇനി എങ്ങനെ വർക്കിംഗ് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ് ഗായ്സ്. ഈ ലൈറ്റിന് 3 മോഡ്സൊക്കെ ഉണ്ട്. അത് എങ്ങനെ ബ്രൈറ്റ്നസ് എങ്ങനെ കൂട്ടാനും കുറക്കാനെല്ലാം പറ്റും. ഓക്കെ ഗായ്സ്, അപ്പോൾ കാണിച്ച ഗായ്സ്, ഇതാണ് ഫുള്ളായിട്ട് അസംബിൾ ചെയ്താൽ എങ്ങനെയാണ് ഉണ്ടാവുക ഗായ്സ്. വാവ്, ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ട് ഗായ്സ് ഇതിന് ഗായ്സ്. ഇതിൽ നമുക്ക് ഓരോ വ്യത്യസ്തമായിട്ട് തിരിക്കാൻ ആംഗിളൊക്കെ തിരിക്കാനും പറ്റും ഗായ്സ്. ഇവിടെയാണ് നമ്മൾ ക്യാമറ അറ്റാച്ച് ചെയ്യാം. നമുക്ക് ജസ്റ്റ് സ്വിച്ച് ഒന്ന് ഇട്ട് വെക്കാം ഗായ്സ്. വയറിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് USB ചാർജറിൻ്റെ പ്ലഗിലൂടെ
ബട്ടൺസ് ഉണ്ട്. ഇതിൽ ഓരോ ഫസ്റ്റ് ബട്ടൺ അമർത്തിയാൽ ജസ്റ്റ് ഇതൊന്ന് ഓണാവും ലൈറ്റിങ്. വാവ്. ഇനി ലൈറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുക്കണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഈ ജസ്റ്റ് ഈ സാധനം ഉണ്ടെങ്കിൽ. ഇനി നമുക്കിതിൻ്റെ ഇതൊന്ന് മാറ്റി നോക്കാം. വാവ് ഗായ്സ്, ഇതിൽ 2 തരത്തിലുള്ള ലൈറ്റ് ഉണ്ട്. ഒന്ന് വെള്ള ലൈറ്റും ഒന്ന് മഞ്ഞ ലൈറ്റും. നമുക്ക് ഈ ഓരോ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാനുള്ള സ്വിച്ചസ് ഒക്കെ ഉണ്ട്. അതായത് നമുക്ക് ലൈറ്റ്നസ് ഇങ്ങനെ കൂട്ടി കൊണ്ടുവരണമെങ്കിൽ ഗായ്സ് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഗായ്സ് കണ്ട ബ്രൈറ്റ്നസ് നമുക്ക് നല്ല വൃത്തിക്ക് കൂട്ടാം. നമുക്ക് ജസ്റ്റ് ഒരു മഞ്ഞ ലൈറ്റ് വേണമെങ്കിൽ അത് ചെയ്യാം. വ്ളോഗ്സൊക്കെ ചെയ്യാൻ പറ്റിയ കിടില സാധനമാണ്. ഒരു രക്ഷയുള്ള ഗായ്സ് കിടില സാധനമാണ്. അപ്പോൾ ഗായ്സ് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ എന്തെല്ലാം പറയുന്നത് ഗായ്സ്. അപ്പം ഞാൻ റാൻഡം സ്കിൽ സ്റ്റേഷൻ്റെ റിബിൾ സ്ക്രിപ്റ്റൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗായ്സ്, താങ്ക് യു, ടാറ്റാ.